ഹലോ. അപ്പോൾ ഇന്ന് നമുക്കിത് ഈ ഒരു ഐറ്റം ചെയ്തെടുത്താലോ? നമ്മുടെ ശർക്കരപ്പിടി. അപ്പോൾ അതിനായിട്ട് നമ്മുടെ അരിമാവില്ലേ, അത് ഒന്ന് ചൂടുവെള്ളത്തിൽ കുഴച്ച് ഇതുപോലൊന്ന് ഉരുട്ടിയെടുത്ത് നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരയും പിന്നെ തേങ്ങാപ്പാലും ഒന്ന് അരച്ചെടുക്കാം. ഇനി ഗ്യാസിലേക്ക് നമ്മുടെ പാത്രം വെച്ചിട്ട് നമ്മൾ അരിച്ചെടുത്ത് ആ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് അതൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച പിടിയില്ലേ, ആ പിടി ഓരോന്നായിട്ട് നമുക്കതിലേക്ക് മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചിരകി വെച്ച ശർക്കര അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമുക്ക് ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേ മുമ്പൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വീട്ടിൽ വല്ലപ്പോഴെങ്കിലും കാണുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. പക്ഷേ അന്നൊന്നും ഒന്ന് കഴിച്ചു വല്ലതും നോക്കാതെ പറയായിരുന്നു വേണ്ടാന്ന്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും അത് മേടിച്ച് കഴിക്കും. അപ്പോൾ അത് ഓരോന്നും അങ്ങനെയാണല്ലേ. പിന്നെ ഇതിൻ്റെ കറക്റ്റ് പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനായിട്ട് ഇട്ട പേരാട്ടോ ശർക്കരപ്പിടിയെന്ന്. അപ്പോൾ നമ്മുടെ ശർക്കരപ്പിടി ഇതേ നല്ല രീതിക്കൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? നമ്മുടെ ചൂടോട് തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ചൂടാറുന്നതിന് മുമ്പ് ഈ ചൂടിൽ തന്നെ ഊതി ഊതി കഴിക്കണം. അപ്പോഴാട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നേ. ആ തേങ്ങാപ്പാലിലും ശർക്കരയിലും ഒക്കെ കിടന്ന് കുറുകി വറ്റി വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അലങ്കാര പണിക്ക് ഞാൻ കുറച്ച് ശർക്കര ചിരകിയത് മുകളിലായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ശർക്കരപ്പിടി. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.